മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയാണ്. അമ്മയുടെ വലിയ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 18, 19, 20 തിരുവചനങ്ങളില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടു വിധത്തിലുള്ള മനുഷ്യരുണ്ട്. ലോകത്തിന്റെ വഴികളിലൂടെ ജീവിക്കുന്നവരും ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വഴികളിലൂടെ ചരിക്കുന്നവരും. ലോകം നിലനിൽക്കുന്നതല്ല, നശിക്കുന്നതാണ്. ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നാശത്തിന്റെ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ലോകത്തിന്റെ സുഖങ്ങൾ അന്വേഷിച്ച് ലോകത്തിന്റേതായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ലോകത്തിന്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ലോകത്തിന്റെ അധികാരം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ നാശത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വഴികളിലൂടെ ചരിക്കുന്നവരാണ് രക്ഷയുടെ വഴിയിലൂടെ ചരിക്കുന്നത്. ലോകത്തിന്റെ ആയിരിക്കുമ്പോഴും ലോകത്തിന്റേതല്ലാത്തതുപോലെ ജീവിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവ വഴിയിലൂടെ വിശുദ്ധിയില്, നന്മയില്, സ്നേഹത്തില്, പ്രാർത്ഥനയില്, ദൈവ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിട്ട് അവർ മാറും. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ജീവിച്ചു, പക്ഷെ ലോകത്തിന്റേത് ആയി ജീവിച്ചില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ വഴി എന്നും ദൈവത്തിന്റെ വഴിയായിരുന്നു. അമ്മ എപ്പോഴും നോക്കിയത് ദൈവത്തെങ്കിലേക്കായിരുന്നു. നമുക്കറിയാം, ആദിമാതാവായ ഹൗവ ലോകത്തിൽ ജീവിച്ചവളാ. ലോകത്തിൽ ജീവിച്ച അവള് തന്റെ നോട്ടം മുഴുവനും വെച്ചിരുന്നത് ലോകത്തിലേക്കാ, ലോകത്തിന്റെ സുഖങ്ങളിലേക്കാ, ലോകത്തിന്റേതായ വഴികളിലേക്കാ. അവൾ നാശത്തിൽ ചെന്ന് പതിക്കുക. പരിശുദ്ധ അമ്മ നോക്കിയത് മുഴുവനും ദൈവത്തെങ്കിലേക്കാ. അമ്മയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് മുഴുവനും എന്താ? ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതല്. ഇതൊക്കെയാണ് അമ്മയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. അമ്മ കണ്ടത് മുഴുവനും, അമ്മ ചിന്തിച്ചത് മുഴുവനും ദൈവത്തെക്കുറിച്ചാ. അമ്മ ധ്യാനിച്ചത് മുഴുവനും ദൈവത്തെക്കുറിച്ചാ. അമ്മ നോക്കിയത് ദൈവത്തെങ്കിലേക്കാ. ലോകത്തിൽ ജീവിച്ചപ്പോഴും ദൈവ വഴിയിലൂടെ ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തെ ധ്യാനിച്ച് ദൈവത്തെ കേട്ട് പരിശുദ്ധ അമ്മ ജീവിച്ചു. അമ്മ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറി. ഹൗവ നാശത്തിന്റെ വഴിയിലേക്ക് ചെന്ന് പതിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാർഗം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെങ്കിലേക്ക് നമുക്ക് നോക്കാം, ദൈവത്തെ ധ്യാനിക്കാം, ദൈവത്തെ കേൾക്കാം, ദൈവ വഴിയിലൂടെ സഞ്ചരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാനുള്ള ഒരു അനുഗ്രഹം നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും ഇവരെ നിറയ്ക്കണമേ. അവിടുത്തെ അഭിഷേകത്താൽ ഇവരെ നിറയ്ക്കണമേ. ഈ ലോകത്തിലേതായിരിക്കുമ്പോഴും ലോകത്തിന്റേതല്ലാത്തതുപോലെ ജീവിക്കാൻ, ദൈവത്തെങ്കിലേക്ക് നോക്കി ജീവിക്കാൻ ഇവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത ഇവർക്ക് ലഭിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവർ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. ഇവരുടെ വഴിയിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു.
അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.